നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 323-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാരനും എഴുത്തുകാരനുമായ ശ്രീ ചന്ദ്രശേഖരൻ തമ്പാനൂരിനെ കുറിച്ചിട്ടാണ്. ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തെ അടുത്തറിയാമെങ്കിലും സാഹിത്യപരമായ സമീപനവും സാഹിത്യപരമായിട്ടുള്ള സംഭാഷണവും സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകളും ഒന്നും നടത്തിയിട്ടേ ഇല്ലായിരുന്നു. കാരണം ജീവിത പ്രാരാബ്ദങ്ങളും ജീവിത പ്രശ്നങ്ങളും ജീവിക്കാനുള്ള ത്വരയും കൊണ്ട് നാട്ടിൽ എഴുത്തുമായി നടന്നാൽ നല്ല ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞുകൂടി മുട്ടും എന്ന് തിരിച്ചറിവുള്ളതുകൊണ്ടും വിദേശത്ത് കുറേ കാലം ജോലി ചെയ്യുകയുണ്ടായി. നമ്മൾ വളരുന്നതോടൊപ്പം മറ്റുള്ളവരും വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ കൊടുമുടിയോളം വളർന്നാലും നമ്മുടെ ജീവിതം നമുക്ക് സമ്മാനിച്ച ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മുടെ മനസ്സിൽ എന്നും കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ആരുടെയും തെറ്റല്ല. പിന്നെ സാഹചര്യങ്ങൾ എഴുതി തുടങ്ങുന്ന കാലത്തും എഴുതി കാലങ്ങൾ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എഴുതിയത് നമ്മളാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മുടെ മനസ്സിൻ്റെ വളർച്ച വായനയുടെ ലോകത്ത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 100 മടങ്ങ് ആകാംക്ഷയും അനുഭവ സമ്പത്തും തിരിച്ചറിയാനുള്ള ഓർമ്മകളും ഒക്കെ പേരെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഇവിടെ വാചാലമായി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കുന്ന ഒരു പ്രമുഖ സാഹിത്യകാരൻ ചന്ദ്രശേഖരൻ തമ്പാനൂർ. എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായി ഈയിടയ്ക്ക് ഒരു 8-10 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ആ പ്രഭാത് ബുക്ക് ഹൗസൊക്കെ അദ്ദേഹത്തിൻ്റെ നിരവധി കഥകളും നോവലുകളും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എഴുത്തിൻ്റെ മേഖലയിലാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർത്തുപോയി. കാരണം 10-30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹവുമായി ഒരു ഇൻ്റർവ്യൂ എടുത്തതും ഞാനിതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ക്ഷമിക്കണം. എങ്കിലും ആത്യന്തികമായി ആധികാരികമായി അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് ഒന്നും ഞാൻ സൂചിപ്പിക്കേണ്ടായില്ല. അദ്ദേഹവും എഴുതും, ഞാനും എഴുതും. അങ്ങനെ പഴയകാല ഓർമ്മകളും പഴയകാല അനുഭവങ്ങളും പഴയകാല ചിന്തകളും ഒക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ നിരത്തുകയാണ്. അപ്പോൾ പഴയ കാലത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടതും ആ അനുഭവങ്ങളും നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലൂടെ കേട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ ഇത്രയും ഇവിടെ സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ, നിരവധി അവാർഡുകൾ നേടിയ ഒരു എഴുത്തുകാരൻ. ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ വളർന്ന മണ്ണിൽ എൻ്റെ വീട്ടിൽ നിന്നും 10 മിനിറ്റ് പോലും വേണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താൻ. ഒരു തവണ പോയി കണ്ടില്ല. എൻ്റെ പേരും വിസിറ്റിംഗ് കാർഡും ഒക്കെ അടുത്തുള്ള ഒരാളിനെ ഏൽപ്പിച്ചിട്ട് മടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ പോയി കണ്ടില്ല. വീട് അടഞ്ഞു കിടക്കുന്നു. 3-ാമത്തെ തവണ ചെല്ലുമ്പോഴാണ് ചന്ദ്രശേഖരനെ ഞാൻ നേരിൽ കാണുന്നത്. അപ്പോൾ കാലത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിലും എന്നിലും വന്നിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഒരു 11-11:30 മണിക്ക് തുടങ്ങിയ സംഭാഷണം ഏകദേശം 3 മണിയോളം കഴിഞ്ഞാണ് നിർത്തിയത്. എനിക്കൊരു പ്രത്യേക സ്വഭാവ രീതിയുണ്ട്. മറ്റൊന്നുമല്ല, ഒരാളിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ഏറെ നേരം സംസാരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും
ചില സ്പാർക്കുകൾ, ചില അഗ്നിസ്ഫുലിംഗങ്ങൾ, ചില തോന്നലുകൾ, ചില മാറ്റങ്ങൾ, അങ്ങനെ ചിലതൊക്കെ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. അവർ ക്ഷീണിച്ച് വിഷമിച്ച് വെള്ളവും ചായയും ഒക്കെ കുടിച്ച് ഇയാൾ ഇറങ്ങി പോകുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു മറുവശവും അതിനുള്ള കാരണവും. ഇന്ന് ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ പലരെയും കാണാൻ പോകുന്നു. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പരസ്പരം കണ്ടില്ലെന്ന് വരാം. ജീവിതം അങ്ങനെയാണല്ലോ, ഒരു വഴിത്തിരിവാണ്. പലരെയും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് കാണാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. പക്ഷെ അവർ നമ്മളെ ഓർമ്മിക്കും. നിരവധി പേരെ കാണാൻ പോകുമ്പോഴും ഞാൻ വളരെ നേരം അവരുമായിട്ട് ചർച്ച ചെയ്യും, പല കാര്യങ്ങളും, സാഹിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഒടുവിൽ അവർ വിചാരിക്കും സംസാരിച്ച് ഞാൻ ക്ഷീണിച്ചു എന്നുള്ളൊരു വട്ട് വരുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ആ സംസാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കുറേ അറിവുകൾ. പിന്നെ യഥാർത്ഥത്തിൽ തുറന്നു പറയട്ടെ, വീണ്ടും ഒരു അവസരം കണ്ടെത്തി കാണാൻ പോവുക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും ദുഷ്കരവുമാണ്. കാരണം ജീവിതം ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നിരവധി പേരെയാണ് കാണുന്നത്. അന്ന് കണ്ട് മടങ്ങി വന്ന് അവരെക്കുറിച്ചിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നലുകൾ ഒക്കെ കുറിച്ചിട്ട് അതിനെ മനസ്സിലിട്ട് അയവിറക്കി കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെക്കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരിയെക്കുറിച്ച് അല്ലെങ്കിൽ കലാകാരനെക്കുറിച്ച് ഞാൻ ഒരു വിശകലനം നടത്തി ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടാം, കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഇത് 323-ാമത്തെ എപ്പിസോഡാണ്. ഈ 323 എപ്പിസോഡുകളിൽ വളരെ ശുഷ്കമായ വളരെ 5-6 പേരെക്കുറിച്ച് മാത്രമാണ് അല്പമെങ്കിലും വിഷമത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ ഒരുത്തരെക്കുറിച്ചും അവരുടെ ദോഷങ്ങളെക്കുറിച്ചും പറയാറില്ല. അവർ എന്നിലുണ്ടാക്കിയ കാര്യങ്ങൾ, അവർ എന്നിൽ ചെലുത്തിയ സ്വാധീനം, പ്രത്യേകിച്ച് ആവശ്യങ്ങളോ പ്രത്യേകിച്ച് കാര്യസാധ്യതയ്ക്കോ വേണ്ടി ഒരുത്തരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പിന്നെ ഒരു എഴുത്തുകാരന് മറ്റൊരു എഴുത്തുകാരൻ എങ്ങനെ കാണുന്നു, എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നതൊക്കെ ഒരു വലിയ പ്രേരണയാണ് നമുക്ക്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ശ്രീ ചന്ദ്രശേഖരൻ്റെ നിരവധി പുസ്തകങ്ങൾ, ചെറുകഥകളും നോവലുകളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒരു എഴുത്തുകാരനെ കുറിച്ച് മറ്റൊരു എഴുത്തുകാരൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രശേഖരൻ ഉന്നതിയിലാണെന്ന് വേണം പറയാൻ. ഇത് മുഖസ്തുതിയൊന്നുമല്ല. ഞങ്ങൾ ആ 2-3 മണിക്കൂർ സംസാരിച്ചിരുന്നപ്പോഴും ഞാൻ ഇത്രയും പുസ്തകം എഴുതി, എനിക്ക് നിരവധി അവാർഡുകൾ കിട്ടി, ഞാൻ ഇപ്പോഴും എഴുത്തിൻ്റെ മേഖലയിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഗാംഭീര്യമായിട്ടുള്ള ശൈലിയൊന്നുമല്ല അദ്ദേഹം എന്നോട് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് അദ്ദേഹത്തിൽ നിന്ന് ഉതിർന്ന് വീഴുന്നതാണ്. പക്ഷേ കാലം നമുക്ക് നൽകിയ കുറേയധികം അനുഭവങ്ങൾ, കുറേയധികം ഓർമ്മകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതാണ് ഒരു പ്രത്യേകത. ഇന്നും അദ്ദേഹം എഴുത്തിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്കായി തന്ന ഒരു ഓട്ടോഗ്രാഫുണ്ട്. ആ ഓട്ടോഗ്രാഫ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശരവൺ മഹേശ്വർ എനിക്ക് കൊച്ചു സഹോദര തുല്യനാണ്. കണ്ണിൽ കുസൃതിയും ചുണ്ടിൽ ചിരിയും മനസ്സ് നിറയെ സിനിമാ മോഹങ്ങളുമായി ഓടി നടക്കുന്ന കൊച്ചനുജൻ. അവന് പേർ രവി. രവി പോയി മറഞ്ഞാൽ ഈ ഭൂമി അന്ധകാരം. നന്മകൾ മാത്രം നേരുന്നു. ചന്ദ്രശേഖരൻ തമ്പാനൂർ, 20/12/2025, 2 മണി.
ഇത് അദ്ദേഹം എഴുതി തന്നൊരു ഓട്ടോഗ്രാഫാണ്. ഒരു നമ്മുടെ മനസ്സിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഒരു കുറിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പിരാന എന്ന ഈ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി 2 തവണ. കാരണം ഈ എപ്പിസോഡിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് മകുടോദാഹരണമാണ് ഇതിലെ കുറേ കഥകൾ. എല്ലാം എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും ഭാവനാവിലാസം അത് ഭയങ്കരമാണ്. അതിലെ ഒരു ചെറുകഥയിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം എങ്ങനെയാണെന്ന് അറിയാൻ. ഒറ്റമുറി വീട് എന്നാണ് ചെറുകഥയുടെ പേര്. ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ ഇടവഴി അവസാനിക്കുമ്പോൾ അയാൾ തെല്ലം നമ്പറുന്നു. ഇനിയുള്ള ഭാഗം കുളവാഴകൾ മൂടിയ ചതുപ്പാണ്. അതിൽ അങ്ങിങ്ങ് മയിൽപ്പീലി പോലത്തെ പൂക്കൾ വിടർന്നു നിൽപ്പുണ്ടായിരുന്നു. അവ മിഴി നീട്ടി മാടി വിളിക്കും പോലെ തോന്നിച്ചു. വലതുവശത്ത് കാണുന്ന പൊക്കമാർന്ന മതിലിനപ്പുറം സ്വകാര്യ ഭൂമിയായിരുന്നു. മതിലിനുമേൽ കാട്ടുവെള്ളരിയും വള്ളിച്ചൊറിയണവും പടർന്നു കയറി മൂടിക്കിടക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഭാവന വിലാസം. അതേപോലെ തന്നെ ജാതിയുടെ ശ്മശാനം എന്ന ചെറുകഥയിൽ ചുറ്റിനും ഇരുൾ പരക്കുകയാണെന്ന് അറിയുന്നത് വിശന്നിരിക്കുന്നവരുടെ മുഖങ്ങൾ കാണുമ്പോഴാണ്. നിത്യേന അഭിമുഖീകരിക്കുന്ന സങ്കടങ്ങളുടെ പെരും കടലുകൾ ആർത്തിപൂണ്ട തിരമാലകളുമായി സകലതിനെയും വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്നതും അതിനിടയിലും ചില പച്ചത്തുരുത്തുകൾ രൂപപ്പെടുന്നതും നിത്യ കാഴ്ചകളാവുകയാണ്. ഈ ചെറുകഥാ സമാഹാരം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യ മനസ്സിൽ ഉണ്ടാകാവുന്ന തോന്നലുകൾ, ഉണ്ടാകാവുന്ന ചിന്തകൾ നമ്മളൊരു പഠന വിഷയമാക്കുകയാണെങ്കിൽ അത് നമ്മളെ വേറൊരു ലോകത്ത് കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ 10 കഥകളടങ്ങുന്ന ചെറുകഥകളടങ്ങുന്ന സ്നേഹിച്ചു തീരാത്ത മനസ്സുമായി എന്ന ചെറുകഥാ സമാഹാരത്തിലും മറ്റൊരു ചെറുകഥാ സമാഹാരത്തിലും പല കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ രീതിയും നമ്മൾ ഉൾക്കൊള്ളുന്ന ഭാവവും മറ്റുള്ളവർ ഉൾക്കൊള്ളുന്ന ഭാവവും വ്യത്യസ്തമാണ്. നല്ലതിനെ നല്ലതെന്ന് പറയുക, ഉയർത്തി കാട്ടേണ്ടവനെ ഉയർത്തി കാട്ടുക. ഇവിടെ ഭാവനയ്ക്കും എഴുത്തിനുമാണ് മുൻതൂക്കം. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് മടങ്ങുമ്പോൾ യാതൊരു അതിശയോക്തിയും ഇല്ലാതെ പറയട്ടെ, ഒരു സാഹിത്യകാരൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാം. അതിനുള്ള സാക്ഷ്യം എന്തെന്ന് എനിക്ക് തോന്നിയത് പെരുമാറ്റം. അത് വർണ്ണനാതീതമാണ്. നമ്മുടെ എഴുത്തും നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ കണ്ടുമുട്ടലുമെല്ലാം എൻ്റർലി ഡിഫറൻ്റാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ, ചിലരെ നമ്മൾ കാണുമ്പോൾ, ചിലരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ചിലരുടെ മനസ്സ് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു. നിരവധി അവാർഡുകൾ നേടിയ, നിരവധി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത എൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ശ്രീ ചന്ദ്രശേഖരൻ തമ്പാനൂർ ഇനിയും നിരവധി കൃതികൾ എഴുതട്ടെ. കാലത്തിൻ്റെ മാഞ്ഞുപോക്കിൽ മായാതെ കിടക്കുന്ന ഒരു ചന്ദ്രബിംബം പോലെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.